എല്ലാവർക്കും അനുജ ബിജോയ് വ്ലോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും കേക്ക് ബേക്കിങ്ങും അതേപോലെ ചെറുതായിട്ടെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളും ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കേക്ക് ബേക്കിങ്ങിൻ്റെ പ്രൊഡക്റ്റും അതേപോലെ അതിനുള്ള സാധനങ്ങളും ഒക്കെ നമുക്ക് എവിടുന്ന വാങ്ങാൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ കൊറോണ ടൈമാണ്, നമ്മൾ നന്നായിട്ട് സുരക്ഷയൊക്കെ എടുത്തിട്ടാണ് നമുക്കിവിടെ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ നന്നായിട്ട് നമുക്ക് സാനിറ്റൈസറും അതേപോലെ ഗ്ലൗസും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഷോപ്പിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ, എത്രത്തോളം സാധനങ്ങളാണ് ഉള്ളത്, നമുക്ക് കേക്ക് ബേക്കിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് തൊണ്ടയാട് ബൈപ്പാസിൽ അഴതൃക്കോവിൽ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ എത്തിപ്പെടാനും സുഖമാണ് ബൈപ്പാസിൽ വഴിയേ വരികയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് മറ്റ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഓരോരുത്തർക്കും ബേക്കിങ്ങിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് വന്ന് കാണുമ്പോൾ നമുക്കത് അറിയാനും പറ്റും, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കേക്കിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻറ്റും അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രൗൺ ഷുഗറാണ് വരുന്നത് കേക്കിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള. പിന്നെ ഇത് സിൽവർ സ്പ്രിങ്കിളാണ് വരുന്നത്. അതേപോലെ ഇതൊക്കെ കസ്റ്റർഡ് ക്രീം, നമുക്ക് അതേപോലെ ചീസി മിക്സും അങ്ങനത്തെ ഓരോ മിക്സ് പ്രൊഡക്റ്റ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള അവർ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ, അതായത് നമുക്ക് ഇപ്പം ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് സാധനങ്ങൾ കിട്ടും. ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ബേക്കറികൾക്കൊക്കെ ആയിട്ടുള്ളതും രീതിയിലുള്ള ലാർജ് ക്വാണ്ടിറ്റി സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി വരുന്നത് ഫ്രഷ് ക്രീമിൻ്റെതാണ്. അത് പല കമ്പനീസിൻ്റെതും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ക്രീംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇതാണത്. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മൾ പോണത്. ഓരോ ഫ്ലോറിലായിട്ടും ഓരോരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണുള്ളത് ഇവിടെ. ഒരു ഫ്ലോറിൽ പാത്രങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് അതിൻ്റെ ഫ്ലേവേഴ്സ്, അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ. ഇതൊക്കെ ബേക്കിംഗ് കപ്സ് ആണ്. ഒരു 13 രൂപ മുതൽ ഒരു 15 രൂപ വരെയുള്ള പിന്നെ ഒരുപാട് കപ്സ് ഉണ്ട്. അതായത് നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഉള്ള. ഇനി വരുന്നത് കാൻഡിൽസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കാൻഡിൽസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാപ്സ് ആണ്. ഇതൊരു വെറൈറ്റി ക്യാപ്സ് ആണ്. അപ്പോൾ എനിക്ക് നല്ല അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാപ്സ്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാൻഡിൽസ് ഉണ്ട്. നമുക്ക് ഓരോരോ പീസായിട്ട് വേണമെങ്കിലും അത് കിട്ടും. അതേപോലെ ലാർജ് ക്വാണ്ടിറ്റി അങ്ങനെയും ഇത് കിട്ടും. ഇതൊരു ഓർണമെൻ്റൽ പേപ്പർ മാറ്റാണ് കേട്ടോ. ഫുഡ് സെർവ് ചെയ്യാനൊക്കെ എടുക്കുന്നതാണ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഇതൊരു ടിഷ്യൂ പേപ്പറാണ്, നമ്മൾ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കപ്പ് കേക്കിൻ്റെ ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട്. നമുക്കത് ഏതൊക്കെ വെറൈറ്റി ആണോ ഉള്ളത് അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ചെറുതൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു സൈസിലാണ് ഉള്ളത്. പിന്നെ വലിയ കപ്സ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ വലിയ സൈസിലുള്ളതും ഉണ്ട്. ഇതൊക്കെ ബർത്ത്ഡേക്ക് നമ്മൾ ഡെക്കറേഷന് യൂസ് ചെയ്യുന്ന പേപ്പർ ബാനേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ നമുക്ക് ബലൂൺസ്, അതേപോലെ ക്യാപ്പ്, ക്രൗണ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഏത് വേണം കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ, അതേപോലെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം.
ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വെറുതെ ഒരു കേക്ക് അല്ലാതെ എല്ലാം ഇപ്പോൾ തീം ബേസാണ് കേക്ക് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടം. അതാണ് കൂടുതൽ മൂവ് ആവുന്നതെന്ന് തോന്നുന്നു. കേക്ക് ടോപ്പേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏത് തീമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള എനിമൽസിൻ്റെ ഉണ്ട്, അതേപോലെ ഗെയിംസ്, പബ്ജി ആ ഒരു രീതിക്കുള്ളതുണ്ട്. അപ്പോൾ ഏത് തീമാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്യൂട്ടായിട്ടുള്ളതുണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് ബാസ്കറ്റ് ബോളിൻ്റെ ആ ഒരു തീമിലുള്ളതാണ്. എല്ലാ കേക്ക് ടോപ്പേഴ്സിൻ്റെ കൂടെയും പിക്ചറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ട് വരിക എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പുതിയ പുതിയ മോഡൽസ് ഉണ്ടാക്കാനും പറ്റും. വലിയ കേക്ക് ടോപ്പേഴ്സും അതേപോലെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് പോലെയുള്ള കേക്ക് ടോപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ കേക്ക് ഏത് തീമിലാണോ വരേണ്ടത് നമുക്കതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ വെഡ്ഡിങ് കേക്കിന് വേണ്ട ടോപ്പേഴ്സാണ് കേട്ടോ. നമ്മളെങ്ങനെയാണോ ഒരു കേക്ക് വെഡ്ഡിങ് കേക്ക് ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടോപ്പേഴ്സൊക്കെയാണ്. അതേപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്താണ് ബേസ്, എന്താണ് നമ്മൾ എന്തിലാണ് അത് ചെയ്യുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഈ കേക്ക് ഡ്രംസൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ സൈസ് കൂടിയതും അതേപോലെ തിന്നായിട്ടുള്ളതും കട്ടി കൂടിയതും അങ്ങനെ നമുക്ക് ഏതാണോ ചോയ്സ് അതിനനുസരിച്ചുള്ളതുണ്ട്. റേറ്റ് അതിനനുസരിച്ച് വ്യത്യാസവും ഉണ്ട്. റെക്റ്റാങ്കിൾ, സ്ക്വയർ അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കേക്കിന് നമ്മൾ പല വിധത്തിലുള്ള കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഒരുപാട് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഏതാണോ നമുക്ക് പ്രിഫർ ആയിട്ടുള്ളത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതൊക്കെ മാജിക് കളേഴ്സിൻ്റെ ആണ്. അതേപോലെ തന്നെ ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സിൻ്റെ ഹോം ഡെലിവറിയും ഉണ്ട്. കാലിക്കറ്റ് സിറ്റിയിൽ 7 കിലോമീറ്ററിനുള്ളിൽ അവർ ഹോം ഡെലിവറിയും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കോൺടാക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ 3-4 നിലകളിലായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓരോ ഫ്ലോറിലും ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരുപാട് റേറ്റും മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓരോന്നിനും വ്യത്യാസമുണ്ടാവും. നിങ്ങൾ ഇവിടെ വരുന്ന ആ ഒരു ടൈമിനനുസരിച്ച് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ടൈം ആയിരിക്കില്ല ചിലപ്പം. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും. എല്ലാത്തിൻ്റെയും റേറ്റൊന്നും നമ്മൾ ഓർത്ത് വെച്ചിട്ടുമില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഓവനിലൊക്കെ നമുക്ക് ചൂടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഇത് മോൾഡിങ് ബോൾ ടൂൾസ് ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. നമുക്കത് നന്നായിട്ട് പരത്തിയെടുക്കാനൊക്കെ ഉള്ള രീതിക്ക് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഷോപ്സിലൊക്കെ പോകുമ്പോൾ നമുക്കതിൻ്റെ എന്താണ് ഇതിൻ്റെയൊക്കെ യൂസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും. നമുക്ക് കേക്ക് ബേക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ അറിയാനും കൂടെ വേണ്ടിയിട്ടാണ്.
പിന്നെ ഇത് ഡോണറ്റിൻ്റെ അച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മാവ് നിവർത്തി അത് വെക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഒരുപാടെണ്ണം അറ്റ് എ ടൈം ഒരുപാടെണ്ണം നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതിനൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 600 സംതിങ് ആ ഒരു റേറ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണത്. പിന്നെ ഇനി വരുന്നത് നൈഫിൻ്റെ ഒക്കെ അതാണ്. നൈഫ് ഐസിങ് സ്റ്റീലിൻ്റെതും ഉണ്ട്. ഇനി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കേക്ക് ബേക്കിൻ്റെ പാത്രങ്ങളും അതേപോലെ മോൾഡുകളും ഒക്കെയാണ്. അത് പലതരത്തിലുള്ള മോൾഡുകളുണ്ട്, സ്ക്വയർ, റെക്റ്റാങ്കിള്. അപ്പോൾ നമുക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മളുടെ മൈൻഡിലൊരു കേക്കിൻ്റെ ഒരു രൂപം ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇതിപ്പം മിക്കി മൗസിൻ്റെ ആ ഒരു മോൾഡാണ്. അതേപോലെ സൺഫ്ലവറിൻ്റെ ഇതൊക്കെ രീതിക്കുള്ളതാണ് നമുക്കിവിടെ ഉള്ളത്. ചെറിയ ചെറിയ മോൾഡും ഉണ്ട്, വലുതും ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ബേക്ക് ചെയ്യാനുള്ളതാണ്. അത് നമ്പേഴ്സിൻ്റെ രീതിക്കുള്ളതുണ്ട്, ആൽഫബറ്റ് രീതിക്കുള്ളതും ഉണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് ചോക്ലേറ്റും അതേപോലെ കപ്പ് കേക്കും ഒക്കെ നമുക്ക് ബോക്സസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ ഇത് ചോക്ലേറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യുന്നതാണ്. അതേപോലെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സിലിക്കോൺ മോൾഡാണ് ഇതൊക്കെ. ഇനി വരുന്നത് നോസിൽസിൻ്റെ ഒരു കളക്ഷനാണ്. നമുക്ക് ശരിക്കും നോസിൽസ് എത്ര ഉണ്ടായാലും നമുക്ക് മതിയാവില്ല. കാരണം ഓരോ കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ തന്നെ ഒരുപാട് നോസിൽസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോസിൽസിൻ്റെ, വലുതും ചെറുതുമായിട്ടുള്ളത്. ഇത് പ്രിൻറ്റിങ് ഫ്ലവേഴ്സ് മോൾഡ് സ്റ്റിക്കാണ്. നമ്മൾ കേക്കിൻ്റെ സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇത് കേക്ക് സ്റ്റെൻസിലാണ്. നമുക്ക് റെഡ് വെൽവെറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ മേലെ ചോക്കോ പൗഡറൊക്കെ വിതറാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഇവിടെ ഒരുപാട് പാർട്ടി നമുക്ക് യൂസിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നർ പ്ലാസ്റ്റിക് കപ്സൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ഡെസേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല എന്താ പറയുക, ശരിക്കും ഗ്ലാസിൻ്റെ പോലെ തന്നെയുള്ള അത്രയും പെർഫെക്ഷനുള്ള പ്ലാസ്റ്റിക് കപ്സും ഒക്കെ ഉണ്ട്, ഗ്ലാസ്സസും ഒക്കെ ആയിട്ട്. ഇത് ഫ്ലവർ നോസിലിൻ്റെ സെറ്റാണ് കേട്ടോ. അതിൽ തന്നെ കവറും വരുന്നുണ്ട്. നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഒരു 4-5 എണ്ണം അതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കേക്ക് ബേക്കിങ്ങിന് ആവശ്യമായ ഇലക്ട്രിക് സാധനങ്ങളും കിട്ടും കേട്ടോ. ബീറ്റർ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയും അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള അതേപോലെയുള്ള ബാസ്ക്കറ്റുകളാണ്. അതിപ്പം തടി കൊണ്ടുണ്ടാക്കിയതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് കയറുകളും അങ്ങനെയുള്ളത് കൊണ്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മരം കൊണ്ട് നമ്മൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്ന് വെച്ചാൽ ഷെഫുമാരുടെ കോട്ടുകളൊക്കെയാണ് കേട്ടോ. അത് ഡബിൾ കോട്ടൊക്കെയാണ് വരുന്നത്. അതിന് നല്ല കട്ടിയുമുണ്ട്. നമുക്ക് വൈറ്റും ബ്ലാക്കും അതേപോലെ പലതരത്തിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ശരിക്കും ഒരു കേക്ക് ബേക്കിംഗ് ഒരു പ്രൊഫഷനൊക്കെ ആയിട്ട് എടുക്കുന്ന ആളുകൾക്കൊക്കെ ശരിക്കും ഈ ഒരു കോട്ടൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും.
അതേപോലെ തന്നെ ബോയും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ക്രോക്കറി, അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, യൂണിഫോംസിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളിപ്പം കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതുതായി കേക്ക് ബേക്കിങ്ങിലേക്ക് കടക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ കേക്ക് ബേക്കിങ്ങിൽ പ്രൊഡക്റ്റുകളെക്കുറിച്ച് അറിയാനുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കേക്ക് ബേക്കിൻ്റെ ടൂൾസിനെ കുറിച്ചൊക്കെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ബൈപ്പാസ് റോഡാണ്. അപ്പോൾ ബൈപ്പാസിൽ വരുമ്പം തന്നെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള യാത്രകളിലും കൂടെ ഉണ്ടാവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.